Hello everyone, welcome back to Xylem Learning. Akshay സാറാണ് മക്കളെ. സോ നമ്മൾ ഓൾറെഡി തുടങ്ങിയ ഒരു ചാപ്റ്റർ ആണ് ഏത് ഇംപ്രൂവ്മെന്റ് ഇൻ ഫുഡ് റിസോഴ്സസ് എന്ന ചാപ്റ്റർ. ഈ ഒരു ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ട് 2 ഇന്ന് സാറ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. എല്ലാ മക്കൾക്കും കൃത്യമായി സാറ് പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, സാറിനെ കൃത്യമായി കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ, സാറിന്റെ പിറകുവശത്തായി ഇംപ്രൂവ്മെന്റ് ഇൻ ഫുഡ് റിസോഴ്സസ് പാർട്ട് 2 എന്ന് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഐ വാണ്ട് എവറിബഡി ഓഫ് യു ടു പുട്ട് ഫയർ ഇമോജി ഇൻ ദ ചാറ്റ് ബോക്സ്. കാണാനും കേൾക്കാനും ഫറ്റുന്നുണ്ടെങ്കിൽ ഫയർ ഇടുക. ഫയർ ഇമോജി ഇടുക മക്കളെ. സെറ്റ് ആണെങ്കിൽ ഫയർ ഇമോജി. ഹായ് അക്ഷിത, അമൃതേഷ്, രജിത, ഷാരോൺ, ഇജ്ലാൽ, ശാന്തി നാരായൺ, ജസ്ന, എല്ലാവർക്കും ഹായ്. സെറ്റാണെന്ന് വിശ്വസിക്കുന്നു. ശ്രദ്ധ, സർഗ, യെസ് മക്കളെ എല്ലാവരും എന്ത് ചെയ്യാ, നിങ്ങളുടെ സുഹൃത്തുക്കളെ ഒക്കെ കൂട്ടിയെത്തുക. സുഹൃത്തുക്കളോട് പറയാ, ബയോളജിയിലെ മറ്റൊരു മജേ സെഷൻ, മറ്റൊരു മജേ ക്ലാസ്, ഒരു മജേ സാറ് മറ്റൊരു മജേ ക്ലാസ് എടുക്കുന്നുണ്ടെന്ന് പറയുക. സുഹൃത്തുക്കളേക്ക് എത്തിക്കുക കേട്ടോ. നിങ്ങളുടെ സുഹൃത്തുക്കളേക്ക് എത്തിക്കുക. നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും എന്ത് ചെയ്യുക, നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളെയും എന്ത് ചെയ്യുക, ലൈവിലേക്ക് എത്തിക്കുക. ഇംപ്രൂവ്മെന്റ് ഇൻ ഫുഡ് റിസോഴ്സിൽ പാർട്ട് 1 നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത് പാർട്ട് 2 ആണ് കുട്ടികളെ. ഞാൻ പ്രണവ് ഉണ്ട് ഇവിടെ, മുഹമ്മദ് റയൻ ഉണ്ട്, ഷീബ നസർ, ഒരുപാട് പേരുണ്ട് ഇവിടെ. ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ സന്തോഷം. സോ നിങ്ങൾ അടിപൊളിയായിട്ട് എല്ലാ സബ്ജക്ട്സും പഠിക്കുന്നുണ്ട്. എല്ലാ ലൈവിലും നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. മക്കൾ പഠിക്കാൻ വേണ്ടി കൃത്യസമയത്ത് എത്തുന്നുണ്ട്, കൃത്യമായി പഠിക്കുന്നുണ്ട് എന്ന് തന്നെ കരുതുന്നു. ഓക്കെ സാർ, വിൽ യു സിംഗ് എ സോങ് എന്ന് പറയുന്നുണ്ട്. ലാസ്റ്റ് നമുക്ക് പാടാം കേട്ടോ. ഈ ഒരു ലൈവ് സെഷന്റെ അവസാനം, ഈ ഒരു ലൈവ് സെഷന്റെ അവസാനം നമുക്കത് എന്ത് ചെയ്യാം, പരിഗണിക്കാം. ഓക്കെ സർഗ, കാരണം ആദ്യം തന്നെ പാടിയിട്ട് നിങ്ങളെ വെറുപ്പിച്ചു കഴിഞ്ഞാല് ശരിയാവൂല. അതുകൊണ്ട് കയ്യാനാകുമ്പോ നമുക്ക് എന്തെങ്കിലും പാടാം ലാസ്റ്റ്. ഓക്കെ, ഓർപ്പിക്കണേ. ഓക്കെ, സെറ്റല്ലേ? ഇതൊന്നും പോരാ, കൗണ്ട് ഇതൊന്നും പോരാ. എല്ലാവരെയും എത്തിക്കടാ. എല്ലാ സുഹൃത്തുക്കളോടും പറയാം. എന്ത് പറയാം? ബയോളജിയുടെ ചാപ്റ്റർ ഇംപ്രൂവ്മെന്റ് ഇൻ ഫുഡ് റിസോഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ലൈവില്. എല്ലാവരെയും ഇങ്ങോട്ട് വിളിക്കാം. പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ തന്നെയാണ്. സ്കൂളുകളിൽ നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ട്. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഗുഡ് ഈവനിങ്. സോ ഇംപ്രൂവ്മെന്റ് ഇൻ ഫുഡ് റിസോഴ്സ് എന്ന ചാപ്റ്റർ നമുക്ക് ആരംഭിക്കാം. യെസ്, ഐ ആം ഫൈൻ. ഓക്കെ, ഇതൊന്നും പോരാ, ആളുകളുടെ എണ്ണം കൂടട്ടെ. ഓക്കെ, യെസ്. സോ ഇംപ്രൂവ്മെന്റ് ഇൻ ഫുഡ് റിസോഴ്സിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ട ഭാഗങ്ങൾ, എങ്ങനെയാണ് നമുക്കറിയാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ശരിയല്ലേ? പോപ്പുലേഷൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആ ഫുഡിന്റെ ഡിമാൻഡ് കൂടും, ശരിയല്ലേ? പോപ്പുലേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്, അല്ലേ? അപ്പൊ ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഭക്ഷണം വേണ്ടേ? ഡിമാൻഡ് ഫോർ ഫുഡ് ഓൾസോ ഇൻക്രീസസ്, അല്ലേ? റെഡി അല്ലേ? ഫുഡിനുള്ള ആവശ്യം കൂടും. പക്ഷെ നമുക്കറിയാം ഇന്ത്യയുടെ ബൗണ്ടറി ഫിക്സ്ഡ് ആണ്. നമുക്ക് ഫാം ലാൻഡ് അല്ലെങ്കിൽ കൾട്ടിവബിൾ ലാൻഡ് ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല. അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷെ എക്സിസ്റ്റ് ചെയ്യുന്ന ലാൻഡിൽ പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റും. ഓക്കെ, നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്ന അഗ്രികൾച്ചറൽ ലാൻഡില് പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റും. ഒരു കാരണവശാലും നമുക്ക് ഇനി കൾട്ടിവബിൾ ഏരിയ കൂട്ടുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അങ്ങനെ കൾട്ടിവബിൾ ഏരിയ കൂട്ടണമെങ്കിൽ അവിടെ മരങ്ങളെ മുറിക്കുന്ന കാര്യങ്ങളൊക്കെ വരും. അത് മറ്റു രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. സോ എക്സിസ്റ്റ് ചെയ്യുന്ന കൾട്ടിവബിൾ ഏരിയ, ശ്രദ്ധിച്ചോ, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. എക്സിസ്റ്റ് ചെയ്യുന്ന കൾട്ടിവബിൾ ഏരിയ, ഇപ്പൊ നിലനിൽക്കുന്ന അഗ്രികൾച്ചറൽ ലാൻഡിൽ എന്ത് ചെയ്താൽ മതി? കൃഷി ചെയ്താൽ മതി. അതും പ്രൊഡക്ഷൻ കൂട്ടണം. അങ്ങനെ പ്രൊഡക്ഷൻ കൂട്ടണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന A to Z പ്രോസസ്സും, അതായത് നമ്മൾ അഗ്രികൾച്ചറിൽ ചെയ്യുന്ന A to Z പ്രോസസ്സും സയന്റിഫിക് ആയിരിക്കണം. ഓക്കെ, സയന്റിഫിക്കലി നമ്മൾ എന്ത് ചെയ്യണം? സസ്റ്റൈനബിൾ ആയിട്ട് സയന്റിഫിക്കലി നമ്മൾ കൃഷിയെ
അഭിമുഖീകരിക്കണം, അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. ഓക്കെ, എവറിത്തിങ് ഷുഡ് ബി സയന്റിഫിക്. ഹലോ ഗൈസ്, ഇച്ചിരി ലേറ്റ് ആയി പോയി എന്ന് പറയുന്നുണ്ട് അഭിനവ്. ഐൻസ്റ്റീനൊക്കെ ഉണ്ട്, ഐൻസ്റ്റീനൊക്കെ ഉണ്ടല്ലോ ഇടാ, സെറ്റ് ആണല്ലോ എല്ലാവരും. ഓക്കെ 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 ഓക്കെ, ശ്രദ്ധിക്കണേ. അപ്പൊ ഇവിടെ നമുക്കറിയാം, നമ്മൾ 8ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്രോപ്പ് പ്രൊഡക്ഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന ചാപ്റ്റർ. അപ്പൊ ക്രോപ്പ് പ്രൊഡക്ഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട് അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് പഠിക്കുന്നുണ്ട്, സ്റ്റെപ്സ് അല്ലെ. അവിടെ പ്രിപ്പറേഷൻ ഓഫ് ലാൻഡ് മുതൽ അവസാനം സ്റ്റോറേജ് വരെ വരുന്നുണ്ട് അല്ലെ. സ്റ്റോറേജ് വരെ നമുക്ക് അവിടെ വരുന്നുണ്ട് സ്റ്റെപ്സ്. സോ ഈ സ്റ്റെപ്സ് ഒക്കെ എന്ത് ചെയ്യണം, സയന്റിഫിക് ആവണം. സോ സയന്റിഫിക് അപ്രോച്ച് നമ്മൾ കൊണ്ടുവരണം. സോ അതാണ് നമ്മൾ പറയുന്നത്. സോ അതിന്റെ ഫലമായിട്ട് നമുക്ക് 3 കാര്യങ്ങൾ അതെങ്ങനെ കൊണ്ടുവരാം, 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അതിൽ എന്തൊക്കെയായിരുന്നു? ഒന്നാമത്തത് ക്രോപ്പ് വെറൈറ്റി ഇംപ്രൂവ് ചെയ്യുക. അപ്പൊ നമ്മുടെ ചാപ്റ്ററിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് പറയുന്നത്. ഒന്നാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ? ടു ഇംപ്രൂവ് ദി ക്രോപ്പ് വെറൈറ്റി. നമ്മൾ ഉപയോഗിക്കുന്ന ക്രോപ്പ് നല്ല ഈൽഡ് ഉള്ള ക്രോപ്പ് ആയിരിക്കണം, നല്ല ഡിസീസ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ക്രോപ്പ് ആയിരിക്കണം, വൈഡർ അഡാപ്റ്റബിലിറ്റി ഉള്ള ക്രോപ്പ് ആയിരിക്കണം. ആ രീതിയിൽ ഡിസയേർഡ് ആയിട്ടുള്ള ക്രോപ്പ് ഉണ്ടാക്കിയെടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈബ്രിഡൈസേഷനും അതുപോലെ തന്നെ ജെനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പും കൊണ്ടുവരുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് ഈ ഒന്നാമത്തെ കാര്യം. ഓക്കെ, ക്രോപ്പ് വെറൈറ്റി ഇംപ്രൂവ്മെന്റ്. ശ്രദ്ധിച്ചിരിക്കണേ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്ത സിനാപ്സിസ് ആണ്, അടുത്ത ഭാഗമാണ്. ദാറ്റ് ഈസ് ക്രോപ്പ് പ്രൊഡക്ഷൻ മാനേജ്മെന്റ്. സോ ഇൻ ടുഡേസ് ക്ലാസ് we will be discussing about crop production management. റെഡി? അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്രോപ്പ് പ്രൊഡക്ഷൻ മാനേജ്മെന്റ് ആണ്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. സോ ക്രോപ്പ് പ്രൊഡക്ഷൻ മാനേജ്മെന്റ് ആണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കണേ. ഓക്കെ. സോ ടോക്കിംഗ് അബൌട്ട് ഇന്ത്യ, we know we are living in India. So in India, as in many other agriculture based countries, farming ranges from small to very large farms. So we know that we are living in an agrarian economy. So India is mainly depending on agriculture, right? Main livelihood is agriculture. So അതുപോലെ അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഫാം ലാൻഡിന്റെ ഇത് നോക്കിക്കഴിഞ്ഞാൽ ലാർജ് ഫാം ഉള്ള ആളുകളുണ്ട്, സ്മോൾ ഫാം ഉള്ള ആളുകളും ഉണ്ട്. ശരിയല്ലേ? അല്ലേടാ? എല്ലാ ഫാർമേഴ്സും ഒരുപോലെയാണോ? അല്ല അല്ലെ. എല്ലാ ഫാർമേഴ്സും ഒരുപോലെ അല്ല. സാമ്പത്തിക ശേഷിയുള്ള ധനികനായ കർഷകരുമുണ്ട്, എന്നാൽ സാമ്പത്തിക ശേഷി ഇല്ലാത്ത ദരിദ്രനായ കർഷകനും നമ്മുടെ ഇന്ത്യയിലുണ്ട്. ശരിയല്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ആണ്. എല്ലാവരും ശ്രദ്ധിച്ചോ? ഓക്കെ. ഡിഫറെന്റ് ഫാമേഴ്സ് thus have more or less land, money and access to information and technologies. എന്താ പറഞ്ഞിരിക്കുന്നത്? അപ്പൊ നമുക്കറിയാം, ഫാർമേഴ്സ് പല തരത്തിലുള്ള ഫാർമേഴ്സ് ഉണ്ട്. വളരെ ദരിദ്രനായ ഫാർമർ ഉണ്ടാവും, ഇടത്തരം പൈസയുള്ള ഫാർമർ ഉണ്ടാവും, നല്ല ധനികനായ ഫാർമർ ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ചിട്ട് ഓരോരുത്തരുടെ ലാൻഡ് വ്യത്യാസമായിരിക്കും. ലാൻഡേ ഇല്ലാത്ത ഫാർമേഴ്സ് ഉണ്ടാവും, അവർ പാട്ടത്തിന് എടുക്കുന്നുണ്ടാവും അല്ലെ. മറ്റൊരാളുടെ ഭൂമി പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്നവരുണ്ട്, നമുക്കറിയാം അല്ലെ. മറ്റുള്ള ഒരാളുടെ ഭൂമി പൈസയ്ക്ക് എന്ത് ചെയ്യും? പാട്ടത്തിനെടുക്കും, ഇത്ര മാസത്തേക്ക് എടുക്കും. അങ്ങനെ ഒരു ഭൂമിയും ഇല്ലാതെ കൃഷി ചെയ്യുന്ന ആളുകളുണ്ട്. എന്നാൽ സ്വന്തമായി ചെറിയ ഒരു തുണ്ട് ഭൂമി, ചെറിയ ഭൂമിയുള്ളവരുണ്ട്, അവർ കൃഷി ചെയ്യുന്നുണ്ട്. ഏക്കർ കണക്കിന് ഭൂമിയുള്ള കർഷകരും ഉണ്ട്, ഒരുപാട് ഫാം ലാൻഡ് ഉള്ള കർഷകരും ഉണ്ട്. സോ ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത്? ഓരോ ഫാർമറിന്റെയും എബിലിറ്റി അല്ലെങ്കിൽ ഓരോ ഫാർമറിന്റെയും ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അവരുടെ ലാൻഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്തെന്താ പറയുന്നത്? മണി അല്ലെ. മണി അതേ പറഞ്ഞ ഫിനാൻഷ്യൽ ആണ്. പിന്നെന്താ? ആക്സസ് ടു ഇൻഫോർമേഷൻ ആൻഡ് ടെക്നോളജി. പുതിയ പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ. ഞാൻ പറഞ്ഞു, അഗ്രികൾച്ചർ സയന്റിഫിക് ആവുമ്പോൾ അതിന് നമ്മൾ മെഷീൻസ് ഉപയോഗിക്കേണ്ടി വരും, മെക്കനൈസ്ഡ് ആവും. അങ്ങനെ മെക്കനൈസ്ഡ് ആയിട്ടുള്ള അഗ്രികൾച്ചർ എന്ന് പറയുന്നത് എല്ലാ ഫാർമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആക്സസ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അല്ലെ. ധനികനായ ഒരാള്
കൂടുതൽ എമൗണ്ട് ഉണ്ട്, കൂടുതൽ പൈസയുള്ള ഒരാൾക്ക് എല്ലായിടത്തും ആക്സസ് കിട്ടും, ഇൻഫോർമേഷൻ കിട്ടും കറക്റ്റ് ആയിട്ട്, കാരണം ഇന്റർനെറ്റിലൂടെ ബ്രൗസ് ചെയ്ത് ഇൻഫോർമേഷൻസ് കിട്ടും. അവർ മെക്കനൈസ്ഡ് ആയിട്ടുള്ള ടൂൾസ് ഉപയോഗിക്കും. എന്നാൽ ഒരു ദരിദ്രനായ അല്ലെങ്കിൽ പൈസ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു ഫാർമറിനെ സംബന്ധിച്ചിടത്തോളം ഇത് ബുദ്ധിമുട്ടാണ്. ഇൻ ഷോർട്ട്, ചുരുക്കി പറഞ്ഞാൽ, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ, ഇൻ ഷോർട്ട് ചുരുക്കി പറഞ്ഞാൽ, it is the money or financial condition that allows farmer to take up different farming practices and agricultural technologies. So ഒരു ഫാർമർ ചൂസ് ചെയ്യുന്ന അഗ്രികൾച്ചറൽ ടെക്നോളജി, ഒരു ഫാർമർ ശ്രദ്ധിച്ചിരിക്കണേ, ഹായ് എല്ലാ മക്കളും ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടല്ലോ? സർ യു ആർ ഓൾവേസ് റൈറ്റ്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണേ. അപ്പൊ ഒരു ഫാർമർ അദ്ദേഹം ചൂസ് ചെയ്യുന്ന മെത്തേഡ്, അദ്ദേഹം ചൂസ് ചെയ്യുന്ന കൃഷി രീതി ശരിക്കും പറഞ്ഞാൽ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? മണി, അല്ലെ? മണി ഓർ ഫിനാൻഷ്യൽ കണ്ടീഷൻ. കൂടുതൽ പൈസയുള്ള ഒരാൾ എന്ത് ചെയ്യും? നല്ല പുതിയ ടെക്നോളജി യൂസ് ചെയ്യും, പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് കൃഷി ചെയ്യും. പൈസ ഇല്ലാത്തവരാണെങ്കിൽ ട്രഡീഷണൽ മെത്തേഡിലൂടെ ആയിരിക്കും കൃഷി ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ട്രഡീഷണൽ മെത്തേഡിലൂടെ കൃഷി ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടത്ര ഈൽഡ് ലഭിക്കില്ല, അല്ലേ? ശരിയല്ലേ? ഓക്കെ, അടുത്ത സ്റ്റേറ്റ്മെന്റ് ഒന്ന് ശ്രദ്ധിക്കുക. There is a correlation between higher input and yield. See, when a farmer, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. When a farmer is investing more, or if a farmer is giving higher input, കൂടുതൽ ഇൻപുട്ട് കൊടുക്കുകയാണ്, അത് ഫിനാൻഷ്യലി ആവാം, കൂടുതൽ ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ ഈൽഡ് എന്ത് ചെയ്യും? കൂടും. If more input is given, more yield he can obtain. കൂടുതൽ ഇൻപുട്ട് കൊടുത്താൽ കൂടുതൽ ഈൽഡ് കിട്ടും. ഇൻപുട്ട് കുറയുകയാണെങ്കിൽ yield also will decrease. So അതാണ് കോറിലേഷൻ. What is a correlation? Correlation എന്താ? ഹയർ ഇൻപുട്ട് കൊടുത്താൽ ഈൽഡ് കൂടണം, ഇൻപുട്ട് കുറവാണെങ്കിൽ ഈൽഡ് കുറയും. That is a correlation. So ഇവിടെ ശ്രദ്ധിച്ചിരിക്കടാ, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. Thus farmer purchasing capacity for input decides cropping system and production practice. So എന്താ പറയുന്നത്? ഫാർമറിന്റെ ആ ഒരു എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഏത് മെത്തേഡ് ചൂസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് അത് തന്നെയാണ്. Therefore production practice can be at different level. അപ്പോൾ ഫാർമേഴ്സിന്റെ പ്രൊഡക്ഷൻ ലെവൽ, പ്രൊഡക്ഷൻ കപ്പാസിറ്റി അനുസരിച്ചിട്ട് നമുക്ക് നോ കോസ്റ്റ് പ്രൊഡക്ഷൻ ഉണ്ട്, ലോ കോസ്റ്റ് പ്രൊഡക്ഷൻ, ഹൈ കോസ്റ്റ് പ്രൊഡക്ഷൻ പ്രാക്ടീസ്. അതായത് അഗ്രികൾച്ചർ പ്രാക്ടീസ് ആണ്. ഒരു ചെലവും ഇല്ലാതെ ഉള്ളതിനെ നോ കോസ്റ്റ് എന്നും, ചുരുക്കം ചെലവുള്ളതിനെ ലോ കോസ്റ്റ് എന്നും, കൂടുതൽ ബഡ്ജറ്റ് ഉള്ളതിനെ ഹൈ കോസ്റ്റ് എന്ന് നമ്മൾ പറയും. ഹൈ കോസ്റ്റ് പ്രൊഡക്ഷൻ പ്രാക്ടീസ്. സോ ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരൊറ്റ പാരഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ? ഇന്ത്യയിലെ ഫാർമേഴ്സ് ഡിഫറെന്റ് കാറ്റഗറിയിലുള്ള ഫാർമേഴ്സ് ഉണ്ട്. ഓരോ ഫാർമറിന്റെയും എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട്, ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഡിഫറെന്റ് ആണ്. സോ ഓരോ ഫാർമറിന്റെയും ഫിനാൻഷ്യൽ സ്റ്റാറ്റസിനനുസരിച്ചിട്ടാണ് കൃഷി രീതികൾ അവർ തിരഞ്ഞെടുക്കുന്നത്. ഇതാണ് ഈ ഒരു പോയിന്റിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം. സെറ്റാണെങ്കിൽ ഫയർ ഇമോജി വേണേ. ഈ ഒരു പോയിന്റ് സെറ്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഫയർ ഇമോജി ഇടുക. ഫയർ ഇമോജി സെറ്റ് ആണെങ്കിൽ ഫയർ ഇമോജി ഇടുക. സെറ്റ് ആണെങ്കിൽ ഫയർ ഇമോജി. ഈ ഒരു കോൺസെപ്റ്റ് സെറ്റ് ആണെങ്കിൽ ഫയർ ഇമോജി ഇട്ടോളൂ. ഐൻസ്റ്റീനോ? എടാ ഇവിടെ തന്നെ ശ്രദ്ധിക്കടാ, നിങ്ങൾ ചാറ്റ് ചെയ്ത് കളിക്കുന്നുണ്ട് കുറേ ആളുകൾ, ബിരുദന്മാർ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരോട് പറയുന്നതാണ്, ശ്രദ്ധിച്ചിരുന്നെങ്കിൽ മാത്രമേ എന്തെങ്കിലും മനസ്സിലാവുള്ളൂ. ഓക്കെ, സിമ്പിൾ ചാപ്റ്റർ ആണ്, അതൊക്കെ ശരിയാണ്. പക്ഷെ നിങ്ങൾ എഫോർട്ട് എടുക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കാര്യമില്ല. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക? മാക്സിമം ക്ലാസ് ശ്രദ്ധിക്കുക. സോ അടുത്തത് നമ്മൾ പഠിക്കാനുള്ളത് ക്രോപ്പ് പ്രൊഡക്ഷൻ മാനേജ്മെന്റിന്റെ സബ് ഹെഡിങ് ആയിട്ട് വരുന്നതാണ്. ഫസ്റ്റ് നമ്മൾ ന്യൂട്രിയന്റ് മാനേജ്മെന്റ് ആണ് പഠിക്കേണ്ടത് കേട്ടോ. ക്രോപ്പ് പ്രൊഡക്ഷൻ എങ്ങനെ മാനേജ് ചെയ്യാം, ക്രോപ്പ് പ്രൊഡക്ഷൻ എങ്ങനെ വർദ്ധിപ്പിക്കാം, അതിന് കൃത്യമായി നമ്മൾ എന്ത് കൊടുക്കണം? നമ്മുടെ ചെടിക്ക് എന്ത് കൊടുക്കണടാ? ന്യൂട്രിയന്റ് കൊടുക്കണ്ടേ? നമ്മുടെ ചെടിക്ക് ന്യൂട്രിയന്റ് കൊടുത്തെങ്കിൽ മാത്രമേ വളരാൻ പറ്റുള്ളൂ.
അല്ലാതെ വെറുതെ വളരുമോ? വെണ്ണെ വളരൂലല്ലോ. നമ്മൾ ന്യൂട്രിയൻസ് കൊടുക്കണം. അപ്പൊ നോക്കിയേ, just as we need food for development, growth and well-being, plants also require nutrients for growth. അപ്പൊ നമ്മളുടെ വളർച്ചയ്ക്ക്, നമുക്ക് എനർജി കിട്ടാന്, നമ്മുടെ വെൽബീയിങ്ങിന് നമ്മൾ എന്ത് കഴിക്കുന്നുണ്ട്? ഫുഡ് കഴിക്കുന്നില്ലേ? ഉണ്ട് അല്ലെ? വി ഈറ്റ് ഫുഡ് ഫോർ അവർ ഗ്രോത്ത്, ഫോർ അവർ ഡെവലപ്മെന്റ്. ശരിയല്ലേ? ഇൻ സിമിലർ മാനർ പ്ലാന്റ്സ് ഓൾസോ റിക്വയർ ന്യൂട്രിയൻസ് ഫോർ ഗ്രോത്ത്. പ്ലാന്റിനും എന്ത് വേണം? ന്യൂട്രിയന്റ് വേണം. അൾട്ടിമേറ്റ്ലി പ്ലാന്റ്സ് ആയാലും ആനിമൽസ് ആയാലും ലിവിങ് ഓർഗാനിസമാ. ലിവിങ് ഓർഗാനിസത്തിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണെന്ത്? ന്യൂട്രീഷൻ അല്ലെ? ന്യൂട്രിയൻസ് വേണം. ന്യൂട്രീഷൻ അല്ലേ? വേണ്ടേ? ന്യൂട്രിയൻസ് വേണ്ടേ? വേണം. അപ്പൊ നമുക്ക് ന്യൂട്രിയൻസ് വേണ്ടതുപോലെ തന്നെ പ്ലാന്റ്സിനും എന്ത് ആവശ്യമുണ്ടാ? പ്ലാന്റ്സിനും എന്ത് ആവശ്യമുണ്ട്? ന്യൂട്രിയൻസ് ആവശ്യമുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പൊ ന്യൂട്രിയൻസ് നമുക്ക് എങ്ങനെയെല്ലാം പ്രൊവൈഡ് ചെയ്യാം? പ്ലാന്റിന് എങ്ങനെയെല്ലാം ന്യൂട്രിയൻസ് കിട്ടുന്നുണ്ട്? കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ശ്രദ്ധിച്ചിരുന്നാൽ എന്ത് വേണേലും ആവാം, ശ്രദ്ധിക്കാതെ ഇരുന്നാൽ എന്തേലും ആയിത്തീരും. അതന്നെ, ശ്രദ്ധിക്കാതിരുന്ന് എന്തെങ്കിലും ആയിത്തീരും വെച്ച് കഴിഞ്ഞാൽ ഗതിയില്ലാതെ നിൽക്കുന്നതാണ് അതിന്റെ അർത്ഥം. ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ കോൺസെപ്റ്റ് മനസ്സിലാക്കാം, ലോകവിവരം ഉണ്ടാവും, പരീക്ഷക്ക് മാർക്കെല്ലാം മേടിക്കാൻ പറ്റും, ക്ലാസ്സിൽ ഷൈൻ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ? ക്ലാസ്സിൽ എല്ലാ പിള്ളേരും മുമ്പ് എന്ത് ചെയ്യാ? ആൻസർ എല്ലാം പറയാൻ പറ്റൂലേ? ടീച്ചർ എന്തെങ്കിലും ക്വസ്റ്റ്യൻ എല്ലാം ചോദിക്കുന്ന സമയത്ത് ആൻസർ എല്ലാം പറയാൻ പറ്റും. നോക്ക്, ന്യൂട്രിയൻസ് എങ്ങനെയല്ല സപ്ലൈ ചെയ്യാ? പറ. ന്യൂട്രിയൻസ് ഈ സപ്ലൈഡ് ടു പ്ലാന്റ്സ് ബൈ എയർ, വാട്ടർ, സോയില്. എയറിലൂടെ, വാട്ടറിലൂടെ, സോയിലൂടെ എല്ലാം എന്ത് ചെയ്യാ? ന്യൂട്രിയൻസ് സപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടാ. ത്രൂ എയർ, വാട്ടർ, സോയില്. ശ്രദ്ധിച്ചിരിക്കണം. എയർ, വാട്ടർ ആൻഡ് സോയില്. റെഡി? ഓക്കെ. ഇനി ഇവിടെ എയറിലൂടെയും വാട്ടറിലൂടെയും സോയിലൂടെയും കിട്ടുന്ന ന്യൂട്രിയന്റ് ഏത് എന്ന് ശ്രദ്ധിക്കുക. ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ, എയറിലൂടെ കിട്ടുന്നത് 2 തരം ന്യൂട്രിയന്റ് ആണ്, കാർബൺ ആൻഡ് ഓക്സിജൻ. കാർബണും ഓക്സിജനും. കാർബൺ ആൻഡ് ഓക്സിജൻ. എയറിലൂടെ കാർബൺ ഡൈ ഓക്സൈഡിൽ കാർബൺ ഉണ്ട്. പിന്നെ അടുത്ത വാട്ടറിലൂടെ കിട്ടുന്നത് ഹൈഡ്രജൻ, ഓക്സിജൻ അല്ലെ? ഏതൊക്കെ എലിമെന്റാ കിട്ടുക? ഏതൊക്കെ എലിമെന്റ് കിട്ടുന്നുണ്ട്? ഹൈഡ്രജനും ഓക്സിജനും ത്രൂ വാട്ടർ, H2O. വാട്ടറിലൂടെ ഹൈഡ്രജനും ഓക്സിജനും. ഇനി ത്രൂ സോയിൽ അവിടെ 2 കാറ്റഗറി ഉണ്ട്, മാക്രോ ആൻഡ് മൈക്രോ. മാക്രോ എന്ന് പറയുമ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റീസ് ആവശ്യമുണ്ട്. മാക്രോ ന്യൂട്രിയന്റ് എന്ന് പറയുമ്പോൾ ന്യൂട്രിയന്റ് റിക്വയർഡ് ഇൻ അഡിക്വേറ്റ് എമൗണ്ട്, അല്ലെങ്കിൽ കുറച്ച് നല്ലോണം വേണം. മൈക്രോ എന്ന് പറയുമ്പോൾ കുറച്ച് എമൗണ്ട് മതി. മാക്രോയിൽ വരുന്നതാണ് ഫസ്റ്റ് തന്നെ ആദ്യമൊക്കെ NPK വരുന്നുണ്ട്, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം. അപ്പൊ അതാദ്യം കിട്ടും. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം വരുന്നുണ്ട്. ദെൻ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ. സോ എന്തൊക്കെ വരുന്നുണ്ട്? നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ. ദീസ് ആർ മാക്രോ ന്യൂട്രിയന്റ്. മാക്രോ ന്യൂട്രിയന്റ് ഏതൊക്കെയാണ്? നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, മഗ്നീഷ്യം, കാൽസ്യം, സൾഫർ. ഇനി മൈക്രോ ന്യൂട്രിയന്റിലേക്ക് വരുമ്പോൾ അയേൺ, മാംഗനീസ്. ഓക്കെ, മഗ്നീഷ്യം അല്ല, മാംഗനീസ്. മഗ്നീഷ്യം മാക്രോ മോളിക്യൂളാ, മാക്രോ ന്യൂട്രിയന്റാ. എന്നാൽ ഇത് മാംഗനീസാ, മൈക്രോ ന്യൂട്രിയന്റാ. പിന്നെ ബോറോൺ, സിങ്ക്, കോപ്പർ, മോളിബ്ഡിനം, ക്ലോറിൻ. സോ ദീസ് ആർ മൈക്രോ ന്യൂട്രിയന്റ്. ശ്രദ്ധിച്ചോ, മൈക്രോ ന്യൂട്രിയന്റ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പറയണം അയോണ്, മാംഗനീസ്, ബോറോൺ, സിങ്ക്, കോപ്പർ, മോളിബ്ഡിനം, ക്ലോറിൻ. ഓക്കെ, ഇതൊക്കെ മൈക്രോ ന്യൂട്രിയന്റ് ആണ്. പ്ലാന്റിന് കിട്ടുന്ന മൈക്രോ ന്യൂട്രിയന്റും മാക്രോ ന്യൂട്രിയന്റുമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി ഒരു പോയിന്റ് ശ്രദ്ധിച്ചോ, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാം. ഓക്കെ, ഡെഫിഷ്യൻസി ഓഫ് ദീസ് ന്യൂട്രിയൻസ് അഫക്ട് ഫിസിയോളജിക്കൽ പ്രോസസ് ഇൻ പ്ലാന്റ്സ്, include reproduction, growth and susceptibility to diseases. See, ഈ ഒരു
സ്റ്റേറ്റ്മെന്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ, അല്ലെങ്കിൽ ഈ ഒരു പാരഗ്രാഫ് ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ന്യൂട്രിയൻ, നമ്മളിപ്പോൾ കുറേ ന്യൂട്രിയന്റെ കാര്യം പറഞ്ഞല്ലോ. എയറിലൂടെ കിട്ടുന്നുണ്ട്, വാട്ടറിലൂടെ കിട്ടുന്നുണ്ട്, സോയിലിലൂടെ കിട്ടുന്നത് തന്നെ മാക്രോ ന്യൂട്രിയന്റ് ഉണ്ട്, മൈക്രോ ന്യൂട്രിയന്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ ന്യൂട്രിയന്റ് ഡെഫിഷ്യന്റ് ആയാൽ അല്ലെങ്കിൽ കൃത്യമായി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് ചെടികൾക്ക്. എന്തൊക്കെ പ്രശ്നങ്ങൾ, എവിടെയൊക്കെ, ഏതൊക്കെ ഫിസിയോളജിക്കൽ പ്രോസസ്സിനെയാണ് അഫക്ട് ചെയ്യുന്നത്? റീപ്രൊഡക്ഷനെ അഫക്ട് ചെയ്യുന്നുണ്ട്, വളർച്ച, ഗ്രോത്ത്, പിന്നെ സസെപ്റ്റബിലിറ്റി ടു ഡിസീസസ്, പെട്ടെന്ന് വൾണറബിൾ ആവുക, ഡിസീസ് പെട്ടെന്ന് വരുന്ന സാഹചര്യം ഉണ്ടാവുന്നു. ടു ഇൻക്രീസ് ദ ഈൽഡ്, the soil can be enriched by supplying these nutrients in the form of manure and fertilizer. So ഈ ഒരു ടോപ്പിക് നിങ്ങൾ 8ാം ക്ലാസ്സിൽ ക്രോപ്പ് പ്രൊഡക്ഷൻ ആൻഡ് മാനേജ്മെന്റിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലെ. സപ്ലൈയിങ് ദ ന്യൂട്രിയന്റ് അല്ലെ, ന്യൂട്രിയന്റ് സപ്ലൈ ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നില്ല. അപ്പൊ നമ്മൾ എന്താ പറയുന്നത്? ഈൽഡ് കൂട്ടാൻ വേണ്ടി, വിളവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി, മക്കളെ ശ്രദ്ധിച്ചോ, ഈൽഡ് കൂട്ടാൻ വേണ്ടിയിട്ട്, വിളവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സോയിലില് എന്തൊക്കെ ആഡ് ചെയ്യാം? ന്യൂട്രിയൻസ് ആഡ് ചെയ്യാം. എന്തൊക്കെ ന്യൂട്രിയന്റാ? മാനുവർ ആൻഡ് ഫെർട്ടിലൈസർ. മാനുവറും ഫെർട്ടിലൈസറും. അപ്പൊ തന്നെ ഇവിടെ നിങ്ങൾ നോക്കാം, അപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയാം മാനുവർ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓർഗാനിക് ആണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ, ജൈവവളം അല്ലെ, ഓർഗാനിക് ആണെന്ന് അറിയാം, ഓർഗാനിക് സബ്സ്റ്റൻസ് ആണ്. ഫെർട്ടിലൈസർ എന്ന് പറയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാനുണ്ട്. ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുമ്പോൾ ഇനോർഗാനിക് സോൾട്ടാ, ഇനോർഗാനിക് സോൾട്ട് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇനോർഗാനിക് സോൾട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇതാണ്, എന്താണ്? കെമിക്കൽസ് ആണ് അല്ലെ, കെമിക്കൽസ്. ഇനോർഗാനിക് സോൾട്ട് എന്ന് പറയുമ്പോൾ അത് കെമിക്കലാണ്, കെമിക്കൽസ് ആണ് അല്ലെ. ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു പോയിന്റ് കൂടിയാണ്. സോ ഇവിടെ നമ്മൾ ഓരോന്നും പഠിച്ചു വരികയാണ്. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഐ എം ടോക്കിംഗ് അബൌട്ട് മാനുവർ. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് മാനുവറിനെ കുറിച്ചാണ്. ശ്രദ്ധിച്ചിരിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായി ശ്രദ്ധിച്ചിരുന്നാൽ വളരെ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഓൾറെഡി 8ാം ക്ലാസ്സിൽ പഠിച്ചതുമാണ് നിങ്ങൾ. മാനുവർ കൺസിസ്റ്റ് ഓഫ് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ഓർഗാനിക് മാറ്റർ. അപ്പൊ ഓർഗാനിക് മാറ്റർ എന്ന് പറയുമ്പോൾ പ്ലാന്റിന്റെയും ആനിമലിന്റെയും റിമൈൻസ് ആയിരിക്കും. പ്ലാന്റ് ആനിമൽ റിമൈൻസ് ആണ്. ഓക്കെ, റിമൈൻസ് ആണ് കേട്ടോ, ഓർഗാനിക് ആണ്, പ്യുവർലി ഓർഗാനിക് ആണ്. അവിടെ പ്ലാസ്റ്റിക് പോലുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ആൻഡ് വി നോ ദാറ്റ് കമ്പയറിംഗ് ടു ഫെർട്ടിലൈസർ, മാനുവർ ഈസ് പ്രൊവൈഡിങ് ലെസ് ന്യൂട്രിയൻ ടു ദ സോയിൽ. അപ്പൊ ഇവിടെ സപ്ലൈ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് ന്യൂട്രിയൻ ടു ദ സോയിൽ. അതാണ് മാനുവർ. മാനുവർ സപ്ലൈ ചെയ്യുന്ന ന്യൂട്രിയന്റിന്റെ അളവ് കുറവായിരിക്കും. മനസ്സിലാവുന്നതാണോ? സ്പെസിഫിക് ന്യൂട്രിയൻസിന്റെ അളവ് കുറവായിരിക്കും. ശ്രദ്ധിച്ചിരിക്കണേ. എന്ത് മാനുവർ എന്തൊക്കെയോ പറയുന്നുണ്ട് നിങ്ങൾ, ശ്രദ്ധിച്ചിരിക്കടാ. അപ്പൊ അടുത്ത് നോക്കോ, മാനുവർ ഈസ് പ്രിപ്പയർഡ് ബൈ ഡീകമ്പോസിഷൻ ഓഫ് ആനിമൽ എക്സ്ക്രീറ്റ ആൻഡ് പ്ലാന്റ് വേസ്റ്റ്. അത് ഞാൻ മുന്നാടി ചൊല്ലിയിருக்கு, പ്ലാന്റ് ആനിമൽ റിമൈനിങ് എന്ന് ചൊല്ലിയിருக்கு. അത് വന്ന് ആനിമൽ എക്സ്ക്രീറ്റ, അതുപോലെ പിന്നെന്താണ് പ്ലാന്റ് വേസ്റ്റ്. ഇതിനൊക്കെ എന്ത് ചെയ്യണം? ഡീകമ്പോസ് ചെയ്യണം. അല്ല, ഒരു പിറ്റ് ഉണ്ടാക്കി, അല്ല ഒരു കുഴി എടുത്ത് ആ കുഴിയിൽ പ്ലാന്റ് വേസ്റ്റും ആനിമൽ വേസ്റ്റ് എല്ലാം ഇട്ട് ഡികമ്പോസ് ചെയ്തെടുക്കുന്നതാണ് മാനുവർ, വിച്ച് മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് ഓർഗാനിക്. ഓർഗാനിക് ആണെന്ന് മനസ്സിലാക്കാം. മാനുവർ ഹെൽപ്പ് ഇൻ എൻറിച്ചിങ് സോയിൽ വിത്ത് ന്യൂട്രിയന്റ് ആൻഡ് ഓർഗാനിക് മാറ്റർ ആൻഡ് ഇൻക്രീസസ് സോയിൽ ഫെർട്ടിലിറ്റി. വെരി വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. കുട്ടികളെ, മാനുവർ ആഡ് ചെയ്യുകയാണെങ്കിൽ സോയിൽ ഫെർട്ടിലിറ്റി ഇംപ്രൂവ് ആവും, ഹ്യൂമസ് ഇംപ്രൂവ് ആവും. നേരെ മറിച്ച് ഫെർട്ടിലൈസർ ആണ് ഇടുന്നതെങ്കിൽ കോൺസ്റ്റന്റ്ലി നിങ്ങൾ ഫെർട്ടിലൈസർ, അതായത് ഫെർട്ടിലൈസർ കെമിക്കലാണ്, ഫെർട്ടിലൈസർ ഇട്ടുകൊണ്ടിരുന്നാൽ സോയിലിന്റെ നാച്ചുറൽ ഫെർട്ടിലിറ്റി നഷ്ടപ്പെടും. എന്നാൽ മാനുവർ ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ സോയിലിന്റെ ഫെർട്ടിലിറ്റി ഇംപ്രൂവ് ആവുമെന്ന് ഓർത്തു വെക്കേണ്ടത് അനിവാര്യമാണ്. The bulk of organic matter in manure help in improving soil structure and texture. സോയിലിന്റെ ഘടനയും സ്ട്രക്ചറും
സോയിലിന്റെ ആ ഒരു ടെക്സ്ചറും അതിന്റെ കളറും ആ ഹ്യൂമസും ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും ഇഫ് യു ആർ പുട്ടിങ് മാന്യൂവർ ആണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ സോയിൽ സ്ട്രക്ചറും ടെക്സ്ചറും ഒക്കെ ഇംപ്രൂവ് ചെയ്യും. അടുത്ത പോയിന്റ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ദിസ് ഇൻവോൾവ് increasing water holding capacity in sandy soil, in clayey soil. The large quantity of organic matter help in drainage and in avoiding water logging. So this is very important point, guys. എല്ലാവരും ഇങ്ങോട്ട് തന്നെ ശ്രദ്ധിക്കുക. സോ ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്, ഓക്കെ, ഞാനൊരു പുതിയ പേജ് എടുത്ത് നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടി പുതിയൊരു പേജ് എടുക്കുന്നു. സോ ഞാൻ കൺസിഡർ ചെയ്യുന്ന സോയില്, ഫസ്റ്റ് സോയിൽ എന്ന് പറയുന്നത് സാൻഡി സോയിലാണ്. സാൻഡി സോയിൽ കൺസിഡർ ചെയ്യുന്നു. സെക്കൻഡ് കേസിൽ ഞാൻ കൺസിഡർ ചെയ്യുന്ന സോയിൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ക്ലേയ് സോയിലാണ്. ക്ലേയ് സോയിലാണ്. സി, നമുക്കറിയാം സാൻഡി സോയിലിലേക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം സാൻഡി സോയിലിന്റെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി വളരെ കുറവാണ്. അപ്പൊ സാൻഡി സോയിലിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ വെള്ളം എന്ത് ചെയ്യും? താഴേക്ക് ഡ്രെയിൻ ചെയ്തു പോകും. അല്ലേ? ആണ്. വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഇല്ല, കുറവാണ് ഫോർ സാൻഡി സോയിൽ. ആൻഡ് ഫോർ ക്ലേയ് സോയിൽ ഞാൻ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ വെള്ളം ഇവിടെ തന്നെ നിൽക്കൂലടാ, കളിമണ്ണല്ലേടാ, ക്ലേ അല്ലേടാ. സോ അവിടെ എന്തു സംഭവിച്ചു? വാട്ടർ ഹോൾഡ് ചെയ്ത് വെക്കുകയാണ്. ക്ലേയ് സോയിൽ വാട്ടർ ഹോൾഡ് ചെയ്ത് വെക്കുന്നു, ഡ്രെയിൻ ചെയ്തു പോകുന്നില്ല കുട്ടികളെ, ഡ്രെയിൻ ചെയ്തു പോകുന്നില്ല. സോ ഇൻ ദിസ് കേസ് ഐ am applying manure ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം സാൻഡി സോയിലിൽ വെള്ളം താഴേക്ക് ഒലിച്ചു പോകും, വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഇല്ല. പക്ഷെ മാന്യുവർ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സാൻഡി സോയിലിന് പതിയെ വാട്ടറിനെ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള ഒരു കഴിവ് കിട്ടും. വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഇംപ്രൂവ് ആവും when you are adding manure to the sandy soil. സാൻഡി സോയിലില് മാന്യുവർ ഇടുന്നുണ്ടെങ്കിൽ സാൻഡി സോയിലിന്റെ എന്ത് പ്രോപ്പർട്ടി ഇംപ്രൂവ് ചെയ്യും? വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഇംപ്രൂവ് ആവും. സാൻഡി സോയിൽ അങ്ങനെ കൃഷിക്ക് അനുയോജ്യമായ രീതിയിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. എന്നാൽ അടുത്ത കേസിൽ നമുക്കറിയാം ക്ലേയ് സോയിലിൽ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി കൂടുതലാണ്. ക്ലേയ് സോയിലിൽ നിങ്ങൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം ആടെ തന്നെ നിൽക്കും. എന്നാൽ നമ്മൾ അതിലേക്ക് മാന്യൂർ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ ക്രമാതീതമായിട്ട് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി നഷ്ടപ്പെട്ടുകൊണ്ട് വാട്ടർ ഡ്രെയിൻ ചെയ്ത് താഴേക്ക് പോകും. സെറ്റാണെങ്കിൽ ഫയർ ഇമോജി ഇൻ ദി ചാറ്റ് ബോക്സ്. സെറ്റാണെങ്കിൽ ഫയർ ഇമോജി ഇടുക. സെറ്റാണെങ്കിൽ ഫയർ ഇമോജി. സാൻഡി സോയിൽ മാന്യൂർ ഇടുമ്പോൾ സാൻഡി സോയിലിന്റെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്യുന്നു. ക്ലേയ് സോയിലാണ് നിങ്ങൾ മാന്യൂർ ഇടുന്നതെങ്കിൽ ക്ലേയ് സോയിലിന്റെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി കുറഞ്ഞുകൊണ്ട് വാട്ടർ ഡ്രെയിൻ ചെയ്ത് താഴേക്ക് വരുന്നു. അതുവഴി സാൻഡി സോയിലിനെയും ക്ലേയ് സോയിലിനെയും കൃഷിക്ക് അനുയോജ്യമാവുന്ന രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ മാന്യൂവർ. സിഗ്മ എന്നെല്ലാം പറയുന്നുണ്ട്. കത്തിക്കട, എല്ലാവരും കത്തിക്കണേ. എല്ലാവരും ലൈവ് കാണുന്ന എല്ലാവരും മനസ്സിലായിട്ടുണ്ടെങ്കിൽ കത്തിക്കണം കേട്ടാ. ഫയർ ഇമോജി ഇട്ട് കത്തിക്കണം. സെറ്റല്ലേ? റെഡി? യെസ്. സ്ലൈഡ് ഞാൻ കൊണ്ടുവന്നു. യെസ്, റെഡി അല്ലേ? സെറ്റായില്ലേ? ഓക്കെ. നോക്കടാ, അടുത്ത പോയിക്കോളൂ.
അടുത്ത പോയിന്റ് നോക്കാം. In using manure, we use biological waste material. So whatever we are using in case of manure is biological material, organic material, which is advantageous in protecting our environment. So what we are using here? We are using remains of plants and animals. So while using remains of plants and animals, actually we are trying to clean up the environment, and we are not going to deplete or disturb the balance of environment. So here what we are doing, we are collecting up the biological waste material, which is advantageous in protecting our environment from excessive use of fertilizer. So we are not using fertilizer, means fertilizers chemical aanu. Chemical use cheyade organic aayulla manure use cheyumbo ultimately we are reducing the pollution caused by the fertilizer. Using biological waste material is also a way of recycling farm waste. അപ്പോൾ നമുക്കറിയാം manure is produced in field, in our farmland. So ഈ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കാം, കൃഷിക്കാരൻ. സോ ഞാനൊരു കർഷകനാണ്, എനിക്ക് സസ്റ്റൈനബിൾ ഫാമിംഗ് ഉണ്ട് എന്ന് വിചാരിക്കാം. എനിക്കൊരു തൊഴുത്തുണ്ട്, പശുക്കളുണ്ട്, എനിക്ക് നെല്ലിന്റെ കൃഷിയുണ്ട്. അപ്പൊ ഇവിടുത്തെ വേസ്റ്റ്, കൗവിൽ നിന്നുണ്ടാകുന്ന കൗഡങ്, അഗ്രികൾച്ചറൽ വേസ്റ്റ്, ഇതൊക്കെ എനിക്ക് എന്ത് മാന്യൂർ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അതാണ് ഇവിടെ പറയുന്നത്, റീസൈക്കിൾ ചെയ്യാൻ പറ്റും ഫാം വേസ്റ്റ്. ബേസ്ഡ് ഓൺ കൈൻഡ് ഓഫ് ബയോളജിക്കൽ മെറ്റീരിയൽ യൂസ്, മാന്യൂർ ക്യാൻ ബി ക്ലാസിഫൈഡ്. മാന്യൂറിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് പറയാനുള്ളത്. ലവ് യുവർ ക്ലാസ്സസ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഒറ്റ സെക്കൻഡ് ഇടാ. സെറ്റ്. ഇപ്പൊ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. റെഡി. സിഗ്മ ഹാസ് നോ ഫ്രണ്ടാ, അങ്ങനെ ഉണ്ടാ? നോക്കടാ. ടൈപ്സ് ഓഫ് പിന്നെ മാന്യൂർ ആണ് പറയാനുള്ളത്. അതിൽ ആദ്യമായി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് കമ്പോസ്റ്റ് ആൻഡ് വെർമി കമ്പോസ്റ്റ്. അപ്പൊ കമ്പോസ്റ്റിങ്ങിനെ കുറിച്ച്, മാന്യൂർ പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കമ്പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദ പ്രോസസ് ഇൻ വിച്ച് ഫാം വേസ്റ്റ് മെറ്റീരിയൽ ലൈക്ക് ലൈഫ് സ്റ്റോക്ക് എക്സ്ക്രീറ്റ, ദാറ്റ് ഈസ് ലൈഫ് സ്റ്റോക്ക് എക്സ്ക്രീറ്റ. നമുക്ക് ചാണകമൊക്കെ ഉണ്ടല്ലോ, ചാണകം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കും. വെജിറ്റബിൾ വേസ്റ്റ്, പച്ചക്കറിയുടെ വേസ്റ്റ് ഉപയോഗിക്കും. ദെൻ അനിമൽ റിഫ്യൂസ്, ഡൊമസ്റ്റിക് വേസ്റ്റ്, സിവേജ് വേസ്റ്റ്, സ്ട്രോ, ഇറാഡിക്കേറ്റഡ് വീഡ്സ് എക്സെട്ര. സോ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നതൊക്കെ ഓർഗാനിക് ആയാൽ മതി. പ്ലാസ്റ്റിക് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല, കെമിക്കൽ ഉപയോഗിക്കാൻ പാടില്ല. പ്യുവർലി ഷുഡ് ബി ഓർഗാനിക്, ലൈക്ക് പ്ലാന്റ് വേസ്റ്റ്, ആനിമൽ വേസ്റ്റ്, സ്ട്രോ, വൈക്കോല്. ഓക്കെ, ഇറാഡിക്കേറ്റഡ് വീഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീടെന്ന് വെച്ചാൽ കളകളാ. ഈ പുല്ലൊക്കെ ഉണ്ടാവില്ലേ, നമ്മുടെ ചെടിയുടെ ഇടയിൽ വളരുന്ന പുല്ലില്ലേ, അതിനാ വീഡ്സ് എന്ന് പറയും. അതിനെല്ലാം നമ്മൾ പൊടിച്ചെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു പിറ്റിലിടാം. പിറ്റ് എന്ന് പറഞ്ഞൊരു കുഴി. ഓക്കെ, ആ കുഴിയിലിട്ട് കഴിയാം. ആ കുഴിയിൽ ഡീകമ്പോസ് ആവും. ആ പ്രോസസ്സിനെ കമ്പോസ്റ്റിംഗ് എന്ന് പറയും. പ്രോസസ് ഈസ് കോൾഡ് കമ്പോസ്റ്റിംഗ്. കമ്പോസ്റ്റിംഗ് എന്ന് പറയും. ഓക്കെ, കമ്പോസ്റ്റിംഗ്. ദ കമ്പോസ്റ്റ് ഈസ് റിച്ച് ഇൻ ഓർഗാനിക് മാറ്റർ ആൻഡ് ന്യൂട്രിയന്റ്. Compost is also prepared using earthworm. So while composting, we used to put earthworm for purpose of hastening the process of decomposition. So decomposition process will be faster if we are adding earthworm or redworm into the compost pit. The process of decomposition will become faster, and this particular process is called vermicomposting, and the compost is called vermicompost. So composting in the process enhance ചെയ്യാൻ വേണ്ടി we used to add earthworm or redworm in the compost pit, and these worms will help in hastening the process, and this process is now termed as vermicomposting. Vermicomposting എന്നാണ് പറയാ. 33 minutes late ആ. 5-10 minutes ലേറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. 33 minutes എങ്ങനെയാ ലേറ്റ് ആവല്? എപ്പിടാ? കുഴപ്പമൊന്നുമില്ല, ഈ ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടിൽ കണ്ടാൽ മതി, അത്രേ ഉള്ളൂ. മക്കളെ ലൈവ് സെഷൻ കൃത്യമായിട്ട് കാണാം. നാളെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ വരും കേട്ടോ. യൂട്യൂബില് പോള് പോലെ ഒരു ക്വസ്റ്റ്യൻ വരും കേട്ടാ. ഇപ്പൊ നമ്മൾ പഠിപ്പിക്കുന്ന ഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യം വരുമെന്ന്. അപ്പൊ എന്ത് ചെയ്യണം? അതിന് ആൻസർ ചെയ്യാം. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം വരുമ്പോൾ ആൻസർ ചെയ്യാം. സെറ്റാക്കണേ. ഓക്കെ, ഇനി അടുത്ത പറയാനുള്ള ഗ്രീൻ മാന്യൂർ. അപ്പൊ ഗ്രീൻ മാന്യൂർ വളരെ സിമ്പിൾ ആണ്, ഒന്ന് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാം. നമുക്ക് പരിചയമുള്ളത് തന്നെയാണ് ഗ്രീൻ മാന്യൂർ. സി, പ്രയർ ടു സോവിങ് ഓഫ് എ ക്രോപ്പ് സീഡ്, അതായത് എനിക്ക് കൃഷി ഇറക്കണം,
എനിക്കൊരു ഭൂമിയുണ്ട്. അപ്പൊ ഞാൻ വിത്ത് വിതയ്ക്കുന്നതിന് മുന്നേ സോയിൽ പ്രിപ്പയർ ചെയ്യണം, വേണ്ടേ? വിത്ത് സോ ചെയ്യുന്നതിന് മുന്നേ സോയിൽ പ്രിപ്പയർ ചെയ്യണം. പക്ഷെ സോയിൽ പ്രിപ്പയർ ചെയ്യുന്ന ആ സ്റ്റേജിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ ആദ്യം എൻ്റെ കൃഷിയിടത്തിൽ സം പ്ലാന്റ് ലൈക്ക് സൺഹാം ആൻഡ് ഓർ ഗോർ ആർ ഗ്രോൺ then mulched by plowing them into the soil. അതായത് ഞാൻ കുറച്ച് എന്താ പറയാ, കുറച്ച് ചെടികളെ വളർത്തും. അതായത് ഈ കാണിച്ചിരിക്കുന്ന കുറച്ച് ഗ്രീൻ മാനുവർ ക്രോപ്പ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സാധനമാണ് ഈ സാധനം. എത്ര പേര് ഇതിനെ കണ്ടിട്ടുണ്ട്? ഒന്ന് കമന്റ് ചെയ്തേ. ഇതിൽ ഈ ഒരു സാധനത്തെ കണ്ടവരുണ്ട് എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ക്രോട്ടിലേറിയ എന്ന് പറയുന്ന സാധനത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്തേടാ. ഈ സാധനത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാ? ഉണ്ടെങ്കിൽ കമന്റ് ഇട്, ഇല്ലെങ്കിലും കമന്റ് ഇട്ടോ കണ്ടിട്ടാന്ന് പറഞ്ഞിട്ട്. സോ ഈ ഒരു പ്ലാന്റ് ഒക്കെ എന്ത് ചെയ്യും? നമ്മൾ വളർത്തിയെടുക്കും. എൻ്റെ കൃഷിയിടത്തിൽ ഞാൻ കൃഷി ഇറക്കുന്നതിന് മുന്നേ ഇതിനെല്ലാം വളർത്തിയെടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യും? എല്ലാം കൂടി ഉഴുതുമറിക്കും. ഈ ചെടിയെല്ലാം എന്താവും? മണ്ണിന്റെ ഭാഗമാവും. മണ്ണിൽ ഇങ്ങനെ അലിഞ്ഞു ചേരും. അങ്ങനെ മണ്ണിന്റെ ന്യൂട്രിയന്റ് അളവ് കൂടും. അപ്പൊ അതിനെയാണ് നമ്മൾ ഗ്രീൻ മാനുവർ എന്ന് പറയും. ഗ്രീൻ മാനുവർ. ആൽഗെ ഫ്രൈയാ, കൊന്നപ്പൂവല്ല. ഐ ഹാവ് സീൻ ഇൻ ഫോട്ടോയിൽ കണ്ടിട്ട്. ഈ സാധനം ഉണ്ടല്ലോ, ഒരു കിലിക്കാൻ പെട്ടി പോലത്തെ സാധനമാണ്. അതായത് ഈ സാധനം ഇങ്ങനെ കിലി ഉണങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ കിലി അങ്ങനെ അച്ഛൻ കേൾക്കും. ഓക്കെ. These green plants thus turn into green manure which help in enriching soil in nitrogen and phosphorus. This is very simple. ഒന്നും ചെയ്യുന്നില്ല. എൻ്റെ കൃഷിയിടം ഉണ്ട്. വിത്ത് വിതയ്ക്കുന്നതിന് മുന്നേ ആ കൃഷിയിടത്തിൽ ഈ ക്രോട്ടിലേറിയ പോലുള്ള ചെടികളെ, ഗ്രീൻ മാനുവർ ക്രോപ്പിനെ ഞാൻ വളർത്തുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ ചെടിയോടൊപ്പം തന്നെ ഉഴുതുമറിക്കുകയാണ്. സോ ഈ ചെടികളൊക്കെ, ഈ വളർത്തിയ ഗ്രീൻ മാനുവർ ഒക്കെ മണ്ണിന്റെ ഭാഗമാവുന്നു. മണ്ണിന്റെ ന്യൂട്രിയന്റ് അളവ് കൂടുന്നു. ഇത് തന്നെയാണ് ഗ്രീൻ മാനുവർ. സെറ്റല്ലേടാ? യെസ്, എൻ്റെ വീട്ടിലുണ്ട്. ഓൾഡ് ഈസ് ഗോൾഡ്. കിൽ അതന്നെ. ഓക്കെ, ഇനി ഫെർട്ടിലൈസർ. സോ നമ്മൾ നമ്മുടെ മാനുവറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു, വളരെ വിശദമായി തന്നെ. അപ്പോൾ നിങ്ങൾക്കിനി അറിയേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ ഇനി അറിയാൻ പോകുന്നത് ഫെർട്ടിലൈസറിനെ കുറിച്ചാണ്. ഫെർട്ടിലൈസർ എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ പൊന്നുമക്കൾ ചിന്തിക്കണം, പൊന്നുമക്കൾ മനസ്സിലാക്കണം, ഇത് ഓർഗാനിക് അല്ല, മറിച്ച് ഇനോർഗാനിക് ആണെന്ന് മനസ്സിലാക്കണോടാ. ഇനോർഗാനിക് സോൾട്ട് ആണെന്ന് മനസ്സിലാക്കണോടാ. ഇനോർഗാനിക് സോൾട്ട് ആണ്. ഒരെല്ല് കൂടി പോയാ അതല്ലീഗോ അങ്ങനെ. ഇനോർഗാനിക് സോൾട്ട്, അല്ലെങ്കിൽ നമുക്ക് പറയാം കെമിക്കൽസ് ആണെന്ന് മനസ്സിലാക്കാം. ഇത് ആദ്യം നിങ്ങളുടെ മൈൻഡിൽ കൊണ്ടുവരണം. ഫെർട്ടിലൈസർ ആണോ അത് കെമിക്കൽ ആണെന്ന് മൈൻഡിൽ കൊണ്ടുവരാം. എന്നിട്ട് നോക്കാം. ഫെർട്ടിലൈസേഴ്സ് ആർ കൊമേഴ്ഷ്യലി പ്രൊഡ്യൂസ്ഡ് പ്ലാന്റ് ന്യൂട്രിയൻ and it's produced in factories, not in farmland, not in agriculture land, not in field. It's produced in factories. These are chemicals. Fertilizers supply nitrogen. The rich in fertilizers are rich in nitrogen, phosphorus, potassium, NPK. N for nitrogen, P for phosphorus, K for potassium. So understand this point. This is very important. Fertilizers are rich in nitrogen, phosphorus, potassium. Nitrogenum, phosphorusum, potassiumum അടങ്ങിയിട്ടുണ്ട്. They are used to ensure good vegetative growth. Vegetative growth എന്ന vegetative parts ഉണ്ടാവുന്ന growth. Vegetative parts, leaf, root, stem, ഇതൊക്കെ എന്ത് ചെയ്യൂടാ? നല്ല രീതിയിൽ വളരും. Giving rise to healthy plants. ന്യൂട്രിയൻസ് കൂടുതലായി കിട്ടുമ്പോൾ ഹെൽത്തിയർ ആയിട്ട്, വളരെ ആക്റ്റീവായ, വളരെ എനർജറ്റിക് ആയിട്ടുള്ള പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ബിക്കോസ് ഫെർട്ടിലൈസേഴ്സ് ആർ റിച്ച് ഇൻ ന്യൂട്രിയൻസ്. വളരെ കൂടുതലാണ് ന്യൂട്രിയൻസ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? നല്ല രീതിയിൽ തഴച്ചു വളരും ചെടികൾ. ഫെർട്ടിലൈസേഴ്സ് ആർ എ ഫാക്ടർ ഇൻ ദ ഹയർ yield ഓഫ് ഹൈ കോസ്റ്റ് ഫാർമിംഗ്. So high cost farming means we are using these fertilizers. We should purchase. We are not producing in our home. നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതല്ല, ഫാക്ടറികളിൽ ഉണ്ടാക്കുന്നതാ. So as a farmer you have to buy these from factories. So it's a part of high cost farming. So if you are using fertilizer,
your plant is getting more nutrient and thereby plant will produce more yield. I hope this is clear. Ready? Fertilizer should be applied carefully in terms of proper dose, time, and observe pre and post application precaution for their complete utilization. See, I told you, ഞാൻ പറഞ്ഞൊരു കാര്യം എന്താ, ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ കെമിക്കലാണ്. So its application should be properly told to the farmer by the concerned authority. Without the proper approval or without prior knowledge about fertilizer, farmer should not apply these things. So ഇത് കൃത്യമായി അതിന്റെ ഡോസേജ് നമ്മൾ മനസ്സിലാക്കണം. മണ്ണിന്റെ പ്രോപ്പർട്ടിക്ക് അനുസരിച്ചിട്ട് മണ്ണിൽ ഏത് ന്യൂട്രിയന്റ് ആണോ കുറവുള്ളത് അതിനനുസരിച്ച് മാത്രമേ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കാൻ പാടുള്ളൂ. For example, sometimes fertilizers get washed away due to excessive irrigation and not fully absorbed by the plant. The excess fertilizers then lead to water pollution. See, നമ്മൾ ഓവറായിട്ട് ഫെർട്ടിലൈസർ, നമുക്കറിയാം ഫെർട്ടിലൈസറിൽ ഒരുപാട് ന്യൂട്രിയന്റ് ഉണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ആസ് എ ഫാർമർ, ഇഫ് ഐ ആം പുട്ടിംഗ് ദ ഫെർട്ടിലൈസർ, more and more fertilizer is applied, means what will happen? കുറെ ഫെർട്ടിലൈസർ ഇട്ട് കൊടുത്താൽ അതിന്റെ പ്രശ്നം വരിക എക്സസീവ് ഇറിഗേഷൻ സമയത്താണ്. നമ്മൾ ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ജലസേചനമാണ്. അതായത് ചെടികളിലേക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുന്ന പ്രോസസ്സ്. അപ്പൊ ചെടികളിലേക്ക് അമിതമായി വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സാഹചര്യത്തിൽ എന്ത് സംഭവിക്കും? ഈ ഫെർട്ടിലൈസർ ഒലിച്ചു പോകും. ഫെർട്ടിലൈസർ കെമിക്കൽ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഫെർട്ടിലൈസർ ഒലിച്ചു പോകുന്നത് തൊട്ടടുത്തുള്ള വാട്ടർ ബോഡിയിലേക്കാണ്. തൊട്ടടുത്തുള്ള വാട്ടർ ബോഡിയിലേക്ക് ഫെർട്ടിലൈസേഴ്സ് എത്തിച്ചേരുമ്പോൾ ഇറ്റ് ഈസ് കോസിംഗ് വാട്ടർ പൊല്യൂഷൻ ആൻഡ് ഓൾ ദി ഓർഗാനിസംസ് which are depending on that particular river source gets affected by the harmful side of the fertilizer. ഇന്നും പ്രൊപ്പോസലോ ബ്രോക്കർ റിമ ഐ ലവ് യു. എടാ നിങ്ങൾക്ക് വേറൊന്നും പറയാനില്ലേ? സീരിയസ്ലി ഐ ആം ആസ്കിങ് യു ഗൈസ്. നിങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് പഠിക്കാനാണ്. പഠിക്കാനുള്ള ആളുകൾ പഠിക്കുക തന്നെ വേണം. അല്ലാതെ ഇവിടെ ചാറ്റ് ചെയ്ത് കണക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന കുറേ ബിരുദന്മാരുണ്ട്. അവർ വേറെ പ്ലാറ്റ്ഫോം തപ്പണം. സൈലത്തിന്റെ യൂട്യൂബ് ചാനലിൽ വരുന്നവര് ക്ലാസ് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി വരുന്നവരായിരിക്കണം. കൃത്യമായി പഠിക്കാൻ വരുന്നവരായിരിക്കണം. അല്ലാതെ നിങ്ങൾക്ക് ലൈന് സെറ്റാക്കാനൊക്കെ മറ്റു പല പ്ലാറ്റ്ഫോമിൽ പോകുന്നതായിരിക്കും ബെറ്റർ. പഠിക്കാനാണെങ്കിൽ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായി പഠിക്കുക. ഇവിടുത്തെ ഫാക്കൽറ്റി ലൈനപ്പ് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അല്ലാതെ ഇത്തരത്തിൽ ചാറ്റ് ചെയ്യാനോ പ്രൊപ്പോസൽസ് കൊടുക്കാനോ ഒന്നും ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കരുത്. ഇത് പറയാൻ കാരണം ഇവിടെ പഠിക്കാൻ വേണ്ടി വരുന്ന ഒരുപാട് പേരുണ്ട്. പഠിക്കാൻ വേണ്ടി മാത്രം. അവരെ ഒരു കാരണവശാലും നിങ്ങൾ ബുദ്ധിമുട്ടാക്കരുത്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എ റിക്വസ്റ്റ്. ഓക്കെ, ശരി. Also, continuous use of fertilizers in an area destroys soil fertility. See, ഇത് കെമിക്കലാ. സോ കെമിക്കൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരു ലാൻഡിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇറ്റ്സ് നാച്ചുറൽ ഫെർട്ടിലിറ്റി decreases. Why? Because organic matter in the soil is not replenished and microorganism in the soil is harmed. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. നെക്സ്റ്റ്, ഓർഗാനിക് ഫാമിംഗ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ് ഓർഗാനിക് ഫാമിംഗ്. Organic farming is a farming system with minimal or no use of chemicals. So we are not at all using chemicals. Everything is organic. The name itself is organic. Means here no use of chemicals. Chemical ആയ fertilizers, herbicides, pesticides, chemical ആയിട്ട് ഒരു കാര്യം യൂസ് ചെയ്യില്ല. With a maximum input of organic manure. നമ്മൾ മാക്സിമം കൊടുക്കുന്നത് ഓർഗാനിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓർഗാനിക് ആയിട്ടുള്ള കാര്യങ്ങൾ പ്യുവർലി നമ്മൾ കൊടുക്കും.
recycled farm waste, use of bioagents, culture of blue-green algae. അതായത് ബയോ ഫെർട്ടിലൈസേഴ്സ് പ്രൊവൈഡ് ചെയ്യും. അതായത് നമ്മൾ ബയോ ഫെർട്ടിലൈസർ ആയിട്ട് ഉപയോഗിക്കുന്നത് സൂക്ഷ്മജീവികളെയാണ്. ബ്ലൂ-ഗ്രീൻ ആൽഗെ പോലുള്ള സൂക്ഷ്മജീവികളെ നമ്മൾ കൊടുക്കും ബയോ ഫെർട്ടിലൈസറായി. ഇത് മണ്ണിന്റെ ഫെർട്ടിലിറ്റി ഇംപ്രൂവ് ചെയ്യും. നീംലി ഫോർ ടർമറിക് സ്പെസിഫിക്കലി ഇൻ ഗ്രെയിൻ സ്റ്റോറേജ്. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഗ്രെയിൻ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് സ്റ്റോറേജ് ചലഞ്ചസ് ഉണ്ട് അല്ലെ? എലികള്, അതുപോലെ തന്നെയുള്ള ജീവികൾ, ഇൻസെക്ട്, ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രെയിനിലേക്ക് അറ്റാക്ക് ചെയ്യും. അപ്പൊ അതിനെ പ്രിവെന്റ് ചെയ്യാൻ നീം ലീഫ് ഇതൊക്കെ ഇട്ടുവെക്കുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. വിത്ത് ഹെൽത്തി ക്രോപ്പിംഗ് സിസ്റ്റം നമുക്ക് പഠിക്കാനുണ്ട്. മിക്സഡ് ക്രോപ്പിംഗ്, ഇന്റർ ക്രോപ്പിംഗ്, ക്രോപ്പ് റൊട്ടേഷൻ, ഇതൊക്കെ നമ്മൾ പഠിക്കും. ദീസ് ക്രോപ്പിംഗ് സിസ്റ്റം ആർ ബെനിഫിഷ്യൽ ഇൻ ഇൻസെക്ട് പെസ്റ്റ് കൺട്രോൾ ബിസൈഡ് പ്രൊവൈഡിങ് ന്യൂട്രിയൻറ്റ്. സോ ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയുമ്പോൾ സിംപ്ലി വി ആർ നോട്ട് യൂസിങ് chemicals. We are not using chemical. ഇറിഗേഷൻ ഇതുകൂടി നമുക്ക് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഇറിഗേഷൻ സെക്കൻഡ് ആണ് ഇറിഗേഷൻ. സോ നമ്മൾ പഠിച്ചത് എന്താണ്? ന്യൂട്രിയൻ മാനേജ്മെന്റ്. ശ്രദ്ധിച്ചോളൂ, ന്യൂട്രിയൻ മാനേജ്മെന്റ് പഠിച്ചു. ക്രോപ്പ് പ്രൊഡക്ഷൻ മാനേജ്മെന്റിന് കീഴിൽ വരുന്നതാണ് ന്യൂട്രിയൻ മാനേജ്മെന്റ് പഠിച്ചു. നെക്സ്റ്റ് ഈസ് ഇറിഗേഷൻ ജലസേചനം എന്നതാണ് ഇറിഗേഷൻ. മോസ്റ്റ് അഗ്രികൾച്ചർ ഇൻ ഇന്ത്യ ഈസ് റെയിൻ ഫെഡ്. മീൻസ് we are depending upon monsoon or we are depending on rainfall. It's clear. That is, success of crop in most areas is depend on timely monsoon. This is also very important. Timely monsoon. കൃത്യ സമയത്ത് പെയ്യണം മഴ. കാലം തെറ്റി പെയ്യുന്ന മഴയുണ്ട്, അത് ഹെൽപ്ഫുൾ അല്ല. Timely monsoon and sufficient rainfall spread through most of the growing season. Hence, poor monsoon cause crop failure. സോ ഇന്ത്യ, നമ്മുടെ രാജ്യം മഴയെ കൃഷിക്ക് വേണ്ടി ആശ്രയിക്കുന്ന രാജ്യമാണ്. എന്നാൽ മഴ എന്ന് പറയുമ്പോൾ കൃത്യസമയത്ത് ടൈമിലി മൺസൂൺ ആവശ്യമാണ്. ടൈമിലി അല്ല മൺസൂൺ പെയ്യുന്നതെങ്കിൽ അത് പ്രശ്നമാണ്. ടൈമിലി മൺസൂൺ വന്നാൽ മാത്രം പോരാ, അഡിക്വേറ്റ് എമൗണ്ട് അല്ലെങ്കിൽ സഫിഷ്യന്റ് എമൗണ്ട് ഓഫ് റെയിൻഫാൾ കിട്ടുകയും വേണം. അങ്ങനെ സഫിഷ്യന്റ് അല്ലാതെ പുവർ മൺസൂൺ ആണെങ്കിൽ നമ്മളുടെ ക്രോപ്പും അല്ലെങ്കിൽ നമ്മുടെ കൃഷിയും ഫെയിൽ ആയി പോകും. Ensure that the crop get water at the right stages during growing season can increase expected yield of any crop. ചെടികൾക്ക് ന്യൂട്രിയന്റ് സപ്ലൈ ചെയ്തതുകൊണ്ട് മാത്രം കാര്യമില്ല. മാനുവർ, ഫെർട്ടിലൈസേഴ്സ്, ഇതാണല്ലോ ന്യൂട്രിയന്റ്. ഇതല്ലാതെ സോയിലൂടെ കിട്ടുന്ന മാക്രോ ന്യൂട്രിയന്റ്, മൈക്രോ ന്യൂട്രിയന്റ് വേറെയും ഉണ്ട്. വാട്ടറിലൂടെ പ്ലാന്റിന് ന്യൂട്രിയന്റ് കിട്ടുന്നുണ്ട് അല്ലെ? അപ്പൊ വാട്ടർ വളരെ ഇമ്പോർട്ടന്റ് ആയി കൊടുക്കേണ്ട കാര്യമാണ്. Therefore, many measures are used to bring more and more agricultural land under irrigation. Irrigation എന്ന് വെച്ചാൽ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ സപ്ലൈ ഓഫ് വാട്ടർ. അതിനെ നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, വെല്ല്, കിണർ. രണ്ട് ടൈപ്പ് വെല്ലുണ്ട്, നമുക്ക് അറിയാവുന്ന കാര്യമാണ്, വലിയ എക്സ്പ്ലനേഷന്റെ കാര്യമൊന്നുമില്ല. ഡഗ് വെല്ലും ട്യൂബ് വെല്ലും. ഒന്ന് കുഴിച്ച് ആളുകൾ ഇങ്ങനെ കുഴിച്ച് ഉണ്ടാക്കുന്ന വലിയ രീതിയിലോ ഡഗ് വെല്ല്, കപ്പിലെടുത്ത് കിണറിൽ നിങ്ങൾ കോരില്ല, ഇങ്ങനെ സിനിമയെല്ലാം കണ്ടിട്ട്, സിനിമയെല്ലാം ഇപ്പോഴും ഉണ്ട് ഡഗ് വെല്ല്. പിന്നെ ട്യൂബ് വെല്ല്, അതിന് ഡയമീറ്റർ കുറവായിരിക്കും, നല്ല ഡീപ്പിൽ പോകും, ഡീപ്പർ സ്ട്രാറ്റയിൽ പോയിട്ട് വെള്ളം എടുക്കുന്നത് പിന്നെ ട്യൂബ് വെല്ല്. In dug well, water is collected from water bearing strata. Tube well can tap water from deeper strata. So tube well means the depth is going beyond the level. Nalla deep po. Okay. From these well, water is lifted using pump. Either you can use you can manually lift the water. In case of dug well, we used to lift manually also, right? മാനുവലി നമുക്ക് എടുക്കാം. എനർജി വേണം, അതാണ് ഉദ്ദേശിക്കുന്നത്. പമ്പ് എന്ന് പറയുമ്പോൾ എനർജി വേണം അല്ലെ? കാരണം വാട്ടർ വി ആർ കളക്ടിങ് ഫ്രം ലോവർ ആൾട്ടിറ്റ്യൂഡ് ടു ഹയർ ആൾട്ടിറ്റ്യൂഡ്. സോ ഇൻ ഓർഡർ ടു മൂവ് വാട്ടർ ഫ്രം എ ലോവർ ആൾട്ടിറ്റ്യൂഡ് ടു ഹയർ ആൾട്ടിറ്റ്യൂഡ്, ഡെഫിനറ്റ്ലി what is required? Energy is required. Energy is provided by pump or manual power is used.
Yes, correct. Hand pump, yes. Hand pump is also used. Then canal easy ആയിട്ട് പഠിക്കാം. കനാൽ എന്ന് പറയുമ്പോൾ നമുക്കൊരു റിവർ ഉണ്ട് എന്ന് വിചാരിക്കാം. നമുക്കിവിടെ ഒരു റിവർ ഉണ്ട്. ഓക്കെ, ഇത് റിവർ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, റിവർ ഉണ്ട്, കാണാലോ? അല്ലെങ്കിൽ ഞാൻ ഇവിടെ വേറെ വരക്കാം. ഒരു പേജ് എടുത്തേ. അപ്പോൾ നമുക്കിവിടെ ഒരു റിവർ ഉണ്ട്. ഓക്കെ, മെയിൻ റിവറാണ്. ഇത് മെയിൻ റിവറാണ്. ഓക്കെ, ഒരു മെയിൻ റിവർ ഉണ്ട്. എൻ്റെ കൃഷിയിടം ഇവിടെയാണ്. ഒരുപാട് കിലോമീറ്റർ ഇപ്പുറത്താണ് എൻ്റെ കൃഷിയിടം. ഇതൊക്കെ എൻ്റെ കൃഷിയിടമാണ്, ഒരുപാട് ദൂരെയാണ്. അപ്പോൾ ഈ മെയിൻ റിവറിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് എത്തിക്കുക എന്ന് പറയുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടായത് കൊണ്ട് ഞാൻ ഇവിടെ എന്ത് കീറുകയാണ്? ചാല് കീറുകയാണ്. കനാൽ കൺസ്ട്രക്ട് ചെയ്യും. ഒരു വലിയൊരു ഇവിടുന്ന് വെള്ളം ഇങ്ങനെ എടുത്തു, ഇങ്ങോട്ടേക്ക് എത്തിച്ചു, ഇവിടുന്ന് ബ്രാഞ്ചസ് ആക്കി ഇങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ വെള്ളത്തെ ഞാൻ ചാല് കീറുമ്പോൾ ഇവിടുത്തെ വെള്ളം ഇങ്ങോട്ടേക്ക് വരും. ഇവിടുന്ന് വീണ്ടും ബ്രാഞ്ച് ആകുമ്പോൾ വെള്ളം ഇങ്ങോട്ടേക്ക് എത്തും. വെള്ളം ഇങ്ങോട്ട് എത്തിക്കുകയാണ്. നമ്മളൊരു കിള കീറി അല്ലെങ്കിൽ വലിയൊരു സ്ട്രക്ചർ ഇതുപോലെ ഇവിടെ എവിടെയെങ്കിലും റിവർ ഉണ്ടാവും. ആ റിവറിൻ്റെ ഒരു ബ്രാഞ്ച് പോലെ ഇത് ഇങ്ങോട്ട് എടുക്കും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വെള്ളം എടുത്തിട്ട് ഇവിടെ കൃഷി ചെയ്യാം. ഇവിടുത്തെ വെള്ളം എടുത്തിട്ട് നമുക്ക് ഇവിടെ കൃഷി ചെയ്യാം. ഇവിടെയൊക്കെ കൃഷി ചെയ്യാം. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ കനാലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിച്ചോ, കനാൽ എന്ന് പറയുമ്പോൾ ദിസ് ഈസ് യൂഷ്വലി ആൻ ഇലാബറേറ്റഡ് extensive irrigation system. In this system, canal receive water from one or more reservoir from the river, mainly from the river ആയിരിക്കും. The main canal is divided into branch canal having further distributaries to irrigate field. അതായത് ഒരു മെയിൻ സോഴ്സ് ഉണ്ടാവും, അവിടെ നിന്ന് നമ്മൾ ബ്രാഞ്ച് എടുക്കുന്നു, അത് വീണ്ടും ബ്രാഞ്ച് ആവുന്നു, അങ്ങനെ ബ്രാഞ്ച് ആയിട്ട് നമുക്ക് വെള്ളം എത്തിക്കാൻ പറ്റും. Pipeline also can be used. Hi, I am an Sigma Kasarodian. പൈപ്പ് ലൈൻ യൂസ് ചെയ്യാൻ പറ്റും, പക്ഷേ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് കൂടുതലായിട്ടും ഇങ്ങനെയുള്ള ഏരിയാസിൽ കനാൽ സിസ്റ്റം ആയിരിക്കും യൂസ് ചെയ്യേണ്ടത്. പൈപ്പ് ലൈൻ്റെ മെയിൻ്റനൻസ് ഒക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വിചാരിക്കുന്നത് പോലെ അത്ര ഈസി അല്ല, എസ്പെഷ്യലി ലോങ്ങർ ഡിസ്റ്റൻസിലേക്ക് വരുമ്പോൾ. നെക്സ്റ്റ് റിവർ ലിഫ്റ്റ് സിസ്റ്റം ആണ് പറയാനുള്ളത്. റിവർ ലിഫ്റ്റ് സിസ്റ്റം എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. ലിവർ ലിഫ്റ്റ് സിസ്റ്റം. അപ്പോൾ റിവർ ലിഫ്റ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളാണ്. നേരത്തെ നമ്മൾ കനാലിൻ്റെ കേസ് പറയുമ്പോൾ റിവർ കുറച്ച് ദൂരെയാണ്. എന്നാൽ റിവർ ലിഫ്റ്റ് സിസ്റ്റത്തിൽ നമ്മൾ അഗ്രികൾച്ചർ ലാൻഡ് എന്ന് പറയുന്നത് റിവറിൻ്റെ അടുത്താണ്. നിങ്ങൾക്ക് കാണാം, ഇത് റിവറാണ്. ആ റിവറിൻ്റെ അടുത്താണ് അഗ്രികൾച്ചറൽ ലാൻഡ് ഉള്ളത്. അപ്പം അവിടുന്ന് വെള്ളം എടുക്കുക, റിവറിൽ നിന്ന് വെള്ളം എടുക്കുക, സപ്ലൈ ചെയ്യുക, അത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ. നോക്കിക്കോളൂ. ഇൻ ഏരിയാസ് വെയർ canal flow is insufficient or irregular due to inadequate reservoir release, lift system is more rational. Water is directly drawn from the river for supplementing irrigation in area close to river. അപ്പോൾ ക്ലോസ് ടു റിവർ, പുഴയുടെ അടുത്തുള്ള ഭാഗത്ത് നമുക്ക് കനാലൊന്നും ആശ്രയിക്കേണ്ട, പുഴയിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? വെള്ളം അപ്ലിഫ്റ്റ് ചെയ്യാം. സോ ദാറ്റ് ഈസ് കോൾഡ് റിവർ ലിഫ്റ്റ് സിസ്റ്റം. അത് ടാങ്ക് ആണ്, വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഒരു കാച്ച്മെന്റ് ഏരിയ, നമ്മൾ വെള്ളം കെട്ടിക്കിടത്തുകയാണ് കേട്ടോ. വെള്ളം കെട്ടിക്കിടത്തുക വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ടാങ്ക് എന്ന് പറയുന്ന ഒരു ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഒരു കാച്ച്മെന്റ് ഏരിയ? ഒരു താഴ്ന്ന പ്രദേശം നമ്മൾ വെള്ളം കെട്ടി നിൽക്കുന്നതിന് പാകത്തിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ്. നോക്കിക്കോളൂ, ദീസ് ആർ സ്മോൾ സ്റ്റോറേജ് റിസർവോയർ വിച്ച് ഇന്റർസെപ്റ്റ് ആൻഡ് സ്റ്റോർ റൺ ഓഫ് ഫോർ സ്മോളർ കാച്ച്മെന്റ് ഏരിയ. അതായത് വെള്ളം കെട്ടിക്കിടത്തുക, അവിടെ നമ്മൾ എന്ത് ചെയ്യും? ഈ വെള്ളം ഉപയോഗിക്കുക, വെള്ളം സൂക്ഷിക്കുക, സംഭരിക്കുക, വെള്ളം ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ് കാച്ച്മെന്റ്. എന്താണ്? ടാങ്ക്. കാച്ച്മെന്റ് ഏരിയയിൽ സ്റ്റോർ ചെയ്യുന്നതിന് ടാങ്ക് എന്ന് പറയും. ഓക്കെ, ഇനി നമുക്ക് ക്രോപ്പിംഗ് പാറ്റേൺ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇതുകൂടി പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് എൻഡ് ചെയ്യാം. ക്രോപ്പിംഗ് പാറ്റേൺ കൂടി നമുക്ക് പഠിക്കണം. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ന്യൂട്രിയന്റ് മാനേജ്മെന്റ്, ദെൻ ഇറിഗേഷൻ, ആൻഡ് ദിസ് ഈസ് ക്രോപ്പിംഗ് പാറ്റേൺ. ക്രോപ്പിംഗ് പാറ്റേണിൽ 3 തരമാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ മിക്സഡ് ക്രോപ്പിംഗ് ആണ്. മിക്സഡ് ക്രോപ്പിംഗ് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, നമുക്കൊരു സിമ്പിളായിട്ട് ഞാൻ പറയാം. ഒരു ലാൻഡ് ഉണ്ട്, എനിക്കൊരു ലാൻഡ് ഉണ്ട്, അവിടെ ഞാൻ വ്യത്യസ്ത തരം ക്രോപ്പിനെ വളർത്തുകയാണ്. പ്രത്യേകിച്ച് ഒരു ഓർഡറും കാര്യങ്ങളൊന്നുമില്ല. ഒരു ലാൻഡ് ഉണ്ട്, അവിടെ ഞാൻ വ്യത്യസ്ത തരം കൃഷിയെ വളർത്തുന്നു. ഇവിടെ ഒരു ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ലാൻഡിൽ ഇവിടെ എനിക്ക് തെങ്ങുണ്ട്, കുരുമുളകുണ്ട്, വാഴയുണ്ട്. അപ്പോൾ ഒരുപാട് ക്രോപ്പ് ഉണ്ട് അവിടെ. കൃത്യമായ ഒരു ഓർഡറിലാണോ? അല്ല. അതിനെയാണ് മിക്സഡ് ക്രോപ്പിംഗ് എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചോ, മിക്സഡ് ക്രോപ്പിംഗ് ഈസ് ഗ്രോയിങ് 2 or more crops simultaneously on same piece of land. ഒരു പീസ് ഓഫ് ലാൻഡിൽ 2 or 2-ലധികമോ ക്രോപ്പിനെ വളർത്തുന്നു.
ഫോർ എക്സാമ്പിൾ വീറ്റ് പ്ലസ് ഗ്രാം ഓർ വീറ്റ് പ്ലസ് മസ്റ്റാർഡ്, ഗ്രൗണ്ട് നട്ട് പ്ലസ് സൺഫ്ലവർ. ദിസ് റെഡ്യൂസസ് റിസ്ക് ആൻഡ് ഗീവ് സം ഇൻഷുറൻസ് അഗെയിൻസ്റ്റ് ഫെയിലിയർ ഓഫ് വൺ ക്രോപ്പ്. അതായത് ഇവിടെ ഒരുപാട് ക്രോപ്പ് ഒറ്റ ഭൂമിയിലാണ് ഞാൻ വളർത്തുന്നത് എന്ന് പറയുമ്പോൾ അതിൽ ഒന്ന് കൃഷി നഷ്ടപ്പെട്ടാലും മറ്റതുണ്ട്. ഒരു കൃഷി നഷ്ടമാണെങ്കിൽ മറ്റൊരാളുണ്ട്. ഇപ്പൊ കശുമാവും ഒരു തോട്ടമുണ്ട്, കശുമാവും തെങ്ങും ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പൊ ഇവിടെ കശുമാവിൽ നിന്ന് കൊരട്ട അല്ലെങ്കിൽ എന്താ പറയാ, നിങ്ങളുടെ നാട്ടില് അണ്ടിപ്പരിപ്പ് ഇതുണ്ടല്ലോടാ കഴിക്കുന്ന സാധനം, സീഡ്, അത് വിറ്റിട്ടും പൈസയാക്കാം, തേങ്ങ വിറ്റിട്ടും പൈസയാക്കാം. അപ്പൊ ഒന്നില് കൃഷി നഷ്ടമാണെന്നുണ്ടെങ്കിൽ മറ്റത് മേക്കപ്പ് ചെയ്യുന്നു. അതാണ് പറയുന്നത് ദിസ് റെഡ്യൂസ് ഗിവ് സം ഇൻഷുറൻസ് അഗൈൻസ്റ്റ് ഫെയിലിയർ ഓഫ് വൺ ഓഫ് ദ ക്രോപ്പ്. ഒന്ന് പരാജയപ്പെട്ടാലും ബാക്കി ക്രോപ്പ് ഉണ്ടല്ലോ, ആ രീതിയിൽ. അടുത്തത് മിക്സഡ് ക്രോപ്പിംഗ് മനസ്സിലായല്ലേ. അടുത്ത ഇന്റർ ക്രോപ്പിംഗ് ആണ്. ഇന്റർ ക്രോപ്പിംഗ് എന്ന് പറയുമ്പോഴും രണ്ടിലധികം ക്രോപ്പുകൾ കൃഷി ചെയ്യുന്നുണ്ട്, പക്ഷേ ഇവിടെ ഡെഫിനറ്റ് ആയിട്ടൊരു ഓർഡർ ഉണ്ട്. അതാണ് ഇവിടെ ഗ്രോയിങ് 2 or more crops simultaneously on same field in a definite pattern. അതായത് ഇവിടെ ചെയ്യുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ഭൂമി ഇതാന്ന് വിചാരിക്കാം. അപ്പം ഇവിടെ ഞാൻ ആദ്യം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സോയാബീൻ ഞാൻ ഇവിടെ കൃഷി ചെയ്യുന്നു. ഇവിടെ എ എന്ന് പറഞ്ഞത് സോയാബീൻ, അപ്പോൾ ആ റോ മൊത്തം സോയാബീനാണ്. അടുത്തത് ഞാൻ മെയ്സാണ് കൃഷി ചെയ്യുക, ബി മൊത്തം മെയ്സാണ്. പിന്നെ വീണ്ടും ഞാൻ സോയാബീനാണ് കൃഷി ചെയ്യുക, പിന്നെ മെയ്സ്, സോയാബീൻ. മനസ്സിലായോ? എ ബി പാറ്റേൺ. അതായത് കൃഷി ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു കൃഷിയായിരിക്കും, അടുത്ത ബി ക്രോപ്പ് ഇവിടെ ആയിരിക്കും, എ ക്രോപ്പ് വീണ്ടും ബി ക്രോപ്പ്, എ ക്രോപ്പ് ബി ക്രോപ്പ്, അങ്ങനെ ഒരു റോയിൽ ഒരു സെയിം ക്രോപ്പ് തന്നെയായിരിക്കും ഉണ്ടാവുക. ഇതിനെയാണ് ഇന്റർ ക്രോപ്പിംഗ് എന്ന് പറയുന്നത്. A few rows of one crop alternate with few rows of second crop. For example, soybean, maize, finger millet, bajra, cowpea. These crops are selected such that their nutrient requirement are different. അതായത് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഒരേ ന്യൂട്രിയൻ റിക്വയർമെന്റിൽ ആൾ തിരഞ്ഞെടുക്കില്ല. ഒരാൾക്ക് ന്യൂട്രിയൻ റിക്വയർമെന്റ് ഹൈ ആയിരിക്കും, തൊട്ടടുത്ത് നിൽക്കുന്ന ക്രോപ്പിന് ലോ ആയിരിക്കും. എന്നാൽ മാത്രമേ കോമ്പറ്റീഷൻ ഇല്ലാതെ വളരാൻ പറ്റുള്ളൂ. This ensures maximum utilization of nutrients supplied and also prevent pest and disease from spreading. അതായത് ഇവിടെ ശ്രദ്ധിച്ചേ, ഇവിടെ എ എന്ന് പറയുന്ന ക്രോപ്പിന് ഇവിടെ എ ഉണ്ട്, ഇവിടെയും എ ഉണ്ട്, ഇവിടെയും എ ഉണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് റോയിൽ എന്തെങ്കിലും ഡിസീസ് ഉണ്ടെങ്കിൽ അത് സെക്കൻഡ് റോയിലെ എയിലേക്ക് എത്താൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇവിടെ എന്തുണ്ട്, ബി ഉള്ളത് കൊണ്ട് ഒരു രോഗം ഇവിടെ പിടിപെട്ടാൽ ഇവിടത്തേക്ക് എത്താൻ ബുദ്ധിമുട്ടായിരിക്കും. ആ ആൾട്ടർനേറ്റ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ബുദ്ധിമുട്ട് അവർ പരിഹരിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാനുള്ളത്. ഇനി ക്രോപ്പ് റൊട്ടേഷൻ പഠിക്കാനുണ്ട്. ക്രോപ്പ് റൊട്ടേഷൻ വളരെ സിമ്പിളായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. എനിക്ക് ഇതെൻ്റെ ഫീൽഡ്. അപ്പോൾ ഇവിടെ ഞാൻ വീറ്റ്, ഗോതമ്പ് നട്ടു. ഗോതമ്പാണ് എൻ്റെ കൃഷി. അപ്പോൾ ഗോതമ്പ് സോയിലിലെ മാക്സിമം ന്യൂട്രിയൻസിനെയും അബ്സോർബ് ചെയ്തു. ഗോതമ്പ് ആ ഒരു സോയിലിലെ ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്തു. അപ്പോൾ വീറ്റിൻ്റെ കൾട്ടിവേഷന് ശേഷം എൻ്റെ ആ ഫീൽഡിൽ ഫെർട്ടിലിറ്റി കുറവായിരിക്കും. മനസ്സിലായ? ഫെർട്ടിലിറ്റി കുറവ്. ആ ഒരു വേളയിൽ ഞാൻ ലെഗ്യൂമിനസ് പ്ലാന്റ്, അതായത് പയറ് വിഭാഗം, പയറ് ചെടിയെ നടുകയാണ്. പയറ് ചെടിയെ നടുമ്പോൾ വീണ്ടും ഈ സോയിലിൻ്റെ ന്യൂട്രിയൻസ് റിപ്ലനിഷ്ഡ് ആവും, ഫെർട്ടിലിറ്റി കൂടും. വീണ്ടും വീറ്റ് നടും. അങ്ങനെ വ്യത്യസ്ത ക്രോപ്പുകളെ ഓരോ സീസണിലും പരീക്ഷിക്കുന്നതിനെയാണ് ക്രോപ്പ് റൊട്ടേഷൻ എന്ന് നമ്മൾ പറയുന്നത്. So growing of different crop on a piece of land in a pre-planned succession is known as crop rotation. Depending upon the duration, crop rotation is done for different crop combination. The availability of moisture, irrigation facility decides the choice of the crop to be cultivated after one harvest. If crop rotation is done properly, then 2 or 3 crop can be grown in a year with a good harvest. അതായത് പ്രോപ്പർ പ്ലാനിങ് ഉണ്ടെങ്കിൽ, എല്ലാ കാര്യങ്ങളും പ്രോപ്പറായി പ്ലാൻ ചെയ്യണം. അതാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, പ്രീ പ്ലാൻഡ് ആയിരിക്കണം. പ്രീ പ്ലാൻഡ് ആണെങ്കിൽ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ 2 3 ക്രോപ്പിനെ നമുക്ക് ഒരു ഇയറിൽ വിളയിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ വിളയിച്ചെടുക്കുമ്പോൾ കർഷകനെ സംബന്ധിച്ചിടത്തോളം, ഫാർമറിനെ സംബന്ധിച്ചിടത്തോളം നല്ല ലാഭവും അവിടെ കിട്ടും. അപ്പം ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യുക, നാളെ നമുക്ക്, ഞാൻ പറഞ്ഞു, നമ്മുടെ ഈ ചാനലിൽ ഒരു ക്വസ്റ്റ്യൻ വരും. ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ പോള് പോലെ ആയിരിക്കും, അത് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം, വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇന്ന് ഒരു ക്വസ്റ്റ്യൻ ഞാൻ തരികയാണ്.
ഒരു ക്വസ്റ്റ്യൻ തന്നോട്ടെ, ഒരു ക്വസ്റ്റ്യൻ തരാം. നിങ്ങൾ ചെയ്യേണ്ടത് മാനുവറിൻ്റെയും ഫെർട്ടിലൈസറിൻ്റെയും ഡിഫറൻസസ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും അടിപൊളിയായി മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഈ ചാപ്റ്ററിൻ്റെ അടുത്ത ഭാഗവുമായിട്ട് മറ്റൊരു ദിവസം നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ.